അശ്വിന്റെ സൗണ്ട് പോയ കാരണം അശ്വിൻ ഓഫീസിൽ പോയി പ്രസന്റേഷൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മുത്തശ്ശിയും അഞ്ജലിയും ചേർന്ന് ശ്രുതിയാണ് അക്കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കാണാം. ശ്രുതി അങ്ങനെ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. എന്നാ ഇത് ശ്യാമിന് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പരിഭവം പറയാനായിട്ട് മനോരമയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അതിലും സങ്കടത്തിലാണ് മനോരമ നിൽക്കുന്നത്. ഏതോ ലോകത്ത് എന്തോ ആലോചിച്ച് നിൽക്കുവാണ് മനോരമ. മനോരമ ആലോചിക്കുന്നത് പ്രീതിയെ കുറിച്ചായിരിക്കും. പ്രീതിക്ക് വിശേഷമുണ്ടെന്ന് ശ്രുതി പറഞ്ഞല്ലോ, അതോർത്തായിരിക്കും മനോരമ നിൽക്കുന്നത്. ആന്റി, ആന്റി കണ്ടില്ലേ അശ്വിന്റെ കൂടെ ശ്രുതി പോയത്? എന്നാ ഇതൊന്നും മനോരമ കേൾക്കുന്നേ ഉണ്ടായിരിക്കില്ല. ആന്റി, ആന്റി കേൾക്കുന്നില്ലേ? ആ, അങ്ങനെ മനോരമ അങ്ങ് കരയുന്നുണ്ട്. എന്താ ആന്റി, എന്താ പ്രശ്നം? ആന്റിക്ക് എന്താ പറ്റിയേ? ശ്യാമേ, ഒന്നും പറയണ്ട, ഞാൻ ആകെ സങ്കടത്തിലാ. എന്താ ആന്റി, ആന്റി കാര്യം പറ. ഒന്നും പറയണ്ട ശ്യാമേ, ശ്രുതി പറയാ പ്രീതി ഗർഭിണിയാണെന്ന്. ഞാനാകെ വിഷമത്തിലാ. പ്രീതി ഗർഭിണിയാണെന്നോ? ശ്രുതി വെറുതെ ആന്റിയെ ചൊടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അങ്ങനെയുള്ള ഒരു വഴിയില്ലല്ലോ. അങ്ങനെയല്ലടാ, എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അക്കാര്യം ആദ്യം പറയും മുത്തശ്ശിയോടല്ലേ. മുത്തശ്ശിയോടും അഞ്ജലിയോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ ആന്റിക്ക് ഊഹിച്ചൂടെ അത് ചുമ്മാ പറയാണെന്ന്? അപ്പോ ചുമ്മാ പറയായിരിക്കോ? ആ ആന്റി, ആകാശും പ്രീതിയും തമ്മിലെ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല. പ്രീതിയുടെ ഉള്ളിലെ ആ ജാതകത്തിലെ പ്രശ്നങ്ങള് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഒരു കാര്യം കൊണ്ടും ആകാശുമായിട്ട് അടുക്കാൻ പ്രീതി ശ്രമിക്കില്ല. അതുമാത്രമല്ല, അന്ന് അവള് നാട് വിട്ട് പോവാൻ നോക്കിയത് തന്നെ ആകാശുമായിട്ട് പിരിയാനല്ലേ. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരിക്കലും ആന്റി പറഞ്ഞ കാര്യമൊന്നും നടക്കാനേ പോകുന്നില്ല. ശ്രുതി എന്തെങ്കിലും തമാശ പറഞ്ഞതായിരിക്കും. ആന്റി അത് സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? ഇനി അങ്ങനെ എങ്ങാനും അവള് ഗർഭിണി ആയി കഴിഞ്ഞാല് പിന്നെ അവളും അവളുടെ അനിയത്തിയും ഒരിക്കലും ഇവിടെ വിട്ടു പോവില്ല. ആകാശിന്റെ കുഞ്ഞിനെ പ്രസവിച്ച് ആകാശിന്റെ കൂടെ തന്നെ പ്രീതി ഉണ്ടാവും. അതുമാത്രമല്ല, പ്രീതി ചേച്ചിയുടെ ജീവിതം തകരുമെന്ന് കരുതിയിട്ട് ആ ശ്രുതി എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാനേ നോക്കൂ. എന്താ ആന്റി, ആന്റി എന്നെ പറഞ്ഞു പേടിപ്പിക്കുന്നേ? അങ്ങനെയൊന്നും നടക്കില്ല. അല്ല ശ്യാമേ, നീ എന്താ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വന്നത്? അത് ഓഫീസിലോട്ട് അശ്വിന്റെ കൂടെ ശ്രുതി പോയ കാര്യം ഞാൻ ആന്റിയോട് പറയാൻ വേണ്ടി വന്നതാ. ആന്റി ഒരു കാര്യം ചെയ്യ, ലാവണിയെ വിളിച്ച് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്ക്. അശ്വിൻ ചെയ്യാൻ പോകുന്ന പ്രസന്റേഷൻ അവളായിരിക്കും ചെയ്യാ, ശ്രുതി. അതിലെന്തെങ്കിലും കാര്യങ്ങള് തെറ്റ് സംഭവിച്ചാലേ അവരിടയില് ഉറപ്പായിട്ടും ഒരു പ്രശ്നം നടക്കും. അത് ശരിയാ ശ്യാമേ, ഞാനെന്തായാലും ലാവണിയെ ഒന്ന് വിളിക്കട്ടെ. അവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന പണി ഞാൻ ഏറ്റു. അങ്ങനെ ലാവണിയെ വിളിക്കുന്നുണ്ട് മനോരമ. പിന്നീടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിക്കുവാണ്. പ്രസന്റേഷനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രുതി പഠിക്കുന്നുണ്ട്. ലാപ്പിലൊക്കെ നോക്കി സ്വയം പറഞ്ഞു പഠിക്കുകയാണ്. ലാവണി അങ്ങനെ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. നന്നായി പ്രിപ്പയർ ചെയ്യണം, അവരെടുത്ത് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അതെല്ലാം പഠിക്കുന്നുണ്ട്. എന്നാ ലാവണ്യ പ്രസന്റേഷന് കൊടുത്ത ടോപ്പിക്ക് മാറ്റിയായിരിക്കും ശ്രുതിക്ക് കൊടുത്തിരിക്കുക. ശ്രുതി പഠിക്കുന്നത് വേറെ എന്തോ ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ലാവണ്യ എങ്ങനെ മനസ്സിൽ സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും നിനക്കിത് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലാണ് ലാവണ്യ ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് അശ്വനും വരുന്നുണ്ട്. അശ്വൻ ശ്രുതിയെ നോക്കി മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അമ്മയും ചേച്ചിയും പറഞ്ഞ കാരണ ഇവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവളിത് എന്താക്കാൻ പോകുന്നേ ആവോ? ഇവളെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നൊക്കെയായിരിക്കും അശ്വിൻ ചിന്തിക്കുന്നത്. ലാവണ്യ ശ്രുതിയോട് പറയുന്നുണ്ട്, വരുന്നവര് മലയാളം അറിയില്ല, അതുകൊണ്ട് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ വേണം പ്രസന്റ് ചെയ്യാൻ, അത് മറക്കണ്ട എന്നൊക്കെ ശ്രുതിയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ നല്ല കോൺഫിഡൻസോട് കൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെ ക്ലയൻറ്റ്സ് എല്ലാം വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് ശ്രുതി പ്രസന്റേഷൻ ആരംഭിക്കുകയാണ്. പെട്ടെന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്, ഇതെന്താ, എന്തൊക്കെയാ ഈ പറയുന്നേ? ഞങ്ങളുടെ ടോപ്പിക്ക് ഇതല്ലല്ലോ എന്നൊക്കെ. അപ്പോഴായിരിക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നത്. തനിക്ക് തന്ന പ്രസന്റേഷനുള്ള ടോപ്പിക്ക് മാറി തന്നതാണെന്ന്. ആകെക്കൂടെ സങ്കടത്തിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. പെട്ടെന്ന് ശ്രുതിയോട് ഇറങ്ങിപ്പോവാനായിട്ട് അശ്വിനും അതുപോലെ ലാവണിയും പറയുന്നുണ്ട്. അശ്വിന് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും എക്സ്പ്രഷൻ കൊണ്ട് ഷൗട്ട് ചെയ്യാണ് നമ്മുടെ അശ്വിൻ ശ്രുതിയെ. ലാവണ്യ പറയുന്നുണ്ട്, താൻ പുറത്തോട്ട് പൊക്കോ, ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ശ്രുതിയെ പുറത്താക്കുന്നുണ്ട്. അപ്പോഴേക്കും ലാവണ്യ ഒരു 15 മിനിറ്റ് ഞാൻ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് എന്തായാലും പ്രസന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. ഈ സമയം കൊണ്ട് ക്ലയൻസിന് സ്നാക്സും അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ശ്രുതി അങ്ങനെ പുറത്ത് തന്നെ നിൽക്കുമായിരിക്കും.
എന്തിനാ എൻ്റെ കുട്ടീഷ്ണ നീ എന്നെ എങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ഇനി ഞാൻ എന്താ മുത്തശ്ശിയോടും അതുപോലെ അഞ്ജലി ചേച്ചിയോടും പറയാ? ഇത് എനിക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് പുറത്ത്. എന്നാൽ ലാവണ്യ പ്രസന്റേഷന് വേണ്ടിയൊക്കെ പഠിക്കുവാണ്. ലാവണ്യ ഇത് മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും. എന്നാ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ അങ്ങ് പ്രസന്റ് ചെയ്താല് അത് സംശയം ഉണ്ടാക്കില്ലേ അശ്വിനില്? അതുകൊണ്ട് കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അശ്വിൻ ചോദിക്കുന്നുണ്ട് ആക്ഷൻ കാണിച്ചിട്ട് കഴിഞ്ഞോ എന്ന്. ഒരു 2 മിനിറ്റ് എന്ന് ലാവണ്യ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി മാസായിട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അശ്വിൻ സാറേ ഞാൻ എന്തായാലും പ്രസന്റ് ചെയ്യാം, ഞാനെല്ലാം പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്നതും ലാവണ്യ പറയുന്നുണ്ട്, ദേ ശ്രുതി നീ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ, നിനക്ക് അതിനൊന്നും പറ്റില്ല, നീ ഇവിടെ വന്നിരുന്നാ മതി, ഞാൻ ചെയ്തോളാം. വേണ്ട, ഇത് ഞാൻ ചെയ്തോളാം, ഞാൻ ഫുൾ പ്രിപ്പയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അശ്വിനും അതിന് സമ്മതം കൊടുക്കുവാണ്. അവരുടെ സമയം ഇത്രയും കളഞ്ഞതിന് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറയാനുള്ള ടോപ്പിക്കെല്ലാം അതിമനോഹരമായിട്ട് ശ്രുതി അവതരിപ്പിക്കുകയാണ്. ഇത് കേട്ട് അശ്വിൻ വരെ ഞെട്ടി നിൽക്കുമായിരിക്കും. ഇവൾക്ക് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഏതൊക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റിയേ എന്നായിരിക്കും ലാവണ്യയുടെ മനസ്സിൽ. ശ്രുതിയുടെ പ്രസന്റേഷൻ കഴിഞ്ഞതോടുകൂടി ക്ലയൻസ് എല്ലാം കൈയടിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ശ്രുതിയുടെ പ്രസന്റേഷൻ. കൂട്ടത്തില് അശ്വിനും കൈയടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആകെ കൂടെ ദേഷ്യത്തില് ലാവണ്യ ഇരിക്കുവാണ്. എന്നാ ഇതൊക്കെ കണ്ട് ശ്രുതിക്ക് വല്ലാതങ്ങ് സന്തോഷാവുന്നുണ്ട്. പ്രസന്റേഷനിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്നും എന്തായാലും ഇനി എല്ലാ ഓർഡറും നിങ്ങൾക്ക് തന്നെയാ തരാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അശ്വിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ശ്രുതിക്ക് വന്ന് കൈ കൊടുക്കുന്നുണ്ട്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു എന്നൊക്കെ ശ്രുതിയെ പറഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ അശ്വിനും ശ്രുതിക്ക് വന്ന് കൈ കൊടുക്കുന്നുണ്ട്, നന്നായി എന്ന് പറഞ്ഞിട്ട്. എന്നാ അവരെല്ലാരും പുറത്തു പോകുന്ന സമയത്ത് ലാവണ്യ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്നാലും നീ കൊള്ളാലോ, കുറഞ്ഞ സമയം കൊണ്ട് നീ എല്ലാം പ്രിപ്പയർ ചെയ്ത് പറഞ്ഞല്ലോ. അതെന്താന്നറിയോ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെ പരീക്ഷിച്ചോണ്ടേയിരിക്കും, പക്ഷേ എവിടെയും തോൽക്കാൻ വിടില്ല. അതുപോലെ തന്നെയാ എൻ്റെ കാര്യവും. നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ആരുടെ മുൻപിലും തോൽക്കാനും പോകുന്നില്ല. നിന്റെ വിചാരമുണ്ട് എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന്. എന്നാലേ കുറച്ച് വിവരം കൂടെ വേണം. ഈ പറയുന്ന ലാപ്പിൽ മാത്രമല്ല ഇതൊക്കെ ഉള്ളത്, എൻ്റെ ഫോണിലും ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയെങ്കിലും കുറച്ച് തല ഉപയോഗിക്കാൻ നോക്ക് എന്നൊക്കെ മാസ് ഡയലോഗൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആകെ ദേഷ്യത്തിലാണ് നമ്മുടെ ലാവണ്യ നിൽക്കുന്നത്. പിന്നീടായിട്ട് അശ്വിൻ്റെ സൗണ്ട് കിട്ടാത്ത കാരണം ഒരാൾ ഫോൺ ചെയ്താൽ പോലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ലാവണ്യാണെങ്കിൽ അശ്വിൻ്റെ അടുത്തോട് ചെന്ന് പറയുന്നുണ്ട്, അശ്വിൻ അവൾ എന്തൊക്കെയാ ചെയ്യുന്നേ, നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? ക്ലയൻസിന്റെ മുൻപിൽ നമ്മൾ ആകെ നാണം കെട്ടില്ലേ? എന്നാ അശ്വിൻ പറയുന്നുണ്ട്, നീ അത് വിട്ടേക്കെന്ന്. അത് നമ്മുടെ ലാവണ്യക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. അശ്വിൻ നീ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു പേപ്പറിൽ എഴുതി കാണിക്കുന്നുണ്ട്, നീ അത് വിട്ടേക്ക്, അവളെ കുറിച്ചൊന്നും പറയണ്ടായെന്ന്. അപ്പോഴേക്കും ഒരു കപ്പിലെ കഷായമായിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. അശ്വിൻ സാറേ ഇത് കുടിക്ക്, ഇത് കുടിച്ചാലേ ശബ്ദമൊക്കെ തിരികെ കിട്ടും. നീ പഴയ കാലത്തുനിന്ന് ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലേ? ഇന്നത്തെ കാലത്തെ ആരാ കഷായൊക്കെ കുടിക്കുന്നേ? ആന്റിബയോട്ടിക് കഴിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ എല്ലാ അസുഖവും മാറും. അശ്വിൻ ഇതൊന്നും കുടിച്ചിട്ടേ ഒരു ശീലവും ഇല്ല. അതൊക്കെ ഇനി ശീലിക്കാലോ. ഇനിയിപ്പോ ആന്റിബയോട്ടിക് കഴിച്ചാൽ തന്നെ കഷായം കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അശ്വിൻ സാർ ഇത് കുടിച്ചേ. അങ്ങനെ കഷായം മേടിച്ച് അശ്വിൻ ഒരു സിപ്പ് കുടിക്കുന്നുണ്ട്. എക്സ്പ്രഷൻ കണ്ട് ശ്രുതി പറയുന്നുണ്ട്, കുറച്ച് കയ്പൊക്കെ കാണും, അതിങ്ങനെ സിപ്പായിട്ട് കുടിക്കരുത്, ഒറ്റ വലിക്കങ്ങ് കുടിക്ക്, എല്ലാം മാറും എന്നും പറഞ്ഞ് കഷായം കുടിപ്പിച്ച് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് ഇതൊക്കെ കണ്ട് സഹിക്കാനാവാതെ ലാവണ്യം നിൽക്കുന്നു. ഓഫീസിലെ സെക്യൂരിറ്റി ചേട്ടൻ ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ അശ്വിൻ സാറാ കഷായം കുടിച്ചോ? എന്നാലേ അതൊരു അത്ഭുതം തന്നെയാ. ഞങ്ങൾ ആരെന്തു കൊടുത്താലും അശ്വിൻ സാറ് കുടിക്കാറില്ല. എന്നാലും മോളുടെ സ്നേഹം കൊണ്ടാ ഇത്രയൊക്കെ മാറ്റം. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടേ ആരും കണ്ണു വെക്കാതിരിക്കട്ടെ, മോള് പോയിട്ടേ ദൃഷ്ടി ഒഴിഞ്ഞിടണം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ശ്രുതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് കോൾ ചെയ്താൽ പോലും ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവളിത് എവിടെ, ശ്രുതിയെ എങ്ങനെയപ്പോ ഒന്ന് വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പറയാണ്. ശബ്ദം കിട്ടിയത് പോലും നമ്മുടെ അശ്വിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല കേട്ടോ. പെട്ടെന്നായിരിക്കും, അയ്യോ ഇപ്പം എനിക്ക് കുഴപ്പമില്ലല്ലോ, സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ പറയുന്നത്.
എന്തായാലും അവള് തന്ന കഷായം അത് കുടിച്ചോണ്ടെന്നാ എനിക്ക് ഇത്രയും മാറ്റം. ഇപ്പൊ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നവുമില്ല. കോൾ ചെയ്യുന്നതൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ശ്രുതി കയറി വരുന്നത്. ശ്രുതി പെട്ടെന്ന് ഒരു കോഫിയും കൊണ്ടാണ് വരുന്നത്. ചുക്ക് കാപ്പിയും കൊണ്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. അശ്വിൻ സാറിന്റെ ശബ്ദം കേട്ട പോലെ തോന്നി. അശ്വിൻ സാറ് സംസാരിച്ചിരുന്നോ? പെട്ടെന്ന് ഒരു ചുമയൊക്കെ അഭിനയിക്കുന്നുണ്ട്. എന്നാ അശ്വിൻ സാർ ഇത് കുടിക്ക് എന്നൊക്കെ പറഞ്ഞ് ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ട്. എന്നാലും ശ്രുതിക്കൊരു സംശയം. ഇതിപ്പോ സംസാരിച്ച പോലെ തന്നെയാ എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്, ദേ പാമ്പ്. പെട്ടെന്ന് അലറി വിളിച്ച് ടേബിളിന് മുകളിൽ കയറി നിൽക്കുകയാണ് അശ്വിൻ. പാമ്പ് എവിടെ? നീ എങ്ങനെ നിൽക്കല്ലേ, നീ മേലെ കയറി നിൽക്ക്, അല്ലെങ്കിൽ പാമ്പ് നിന്നെ കൊത്തും എന്നൊക്കെ അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട്. നീ എന്തിനാ ചിരിക്കുന്നേ? നീ ഇങ്ങ് കയറി വാ. ഞാനേ ചിരിക്കാതെ പിന്നെ. ഇപ്പം നിങ്ങൾ എങ്ങനെയാ സംസാരിച്ചേ? ഓ അതോ, അത് നീ തന്ന കഷായം കുടിച്ചിട്ടാണ് എൻ്റെ ശബ്ദം കിട്ടിയെന്ന് പറയാനേ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാ ഞാൻ നിൻ്റെ അടുത്തൊന്നും പറയാതിരുന്നത്. നിങ്ങളെയൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യേ, ഇനി നിങ്ങൾക്ക് ഞാൻ ഇന്ന് പ്രസൻറ്റേഷൻ ചെയ്തില്ലേ, അതിൻ്റെ പൈസയായിട്ടേ ഒരു 50,000 രൂപ ഞാൻ തരാനുള്ള കടത്തുനിന്ന് അങ്ങ് കുറച്ചേക്ക്. മറ്റാർക്കും ഞാൻ ഓസിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കും, എന്നാലേ നിങ്ങൾക്ക് ഞാൻ അതുപോലും ചെയ്തു തരില്ല. 50,000 രൂപ കുറച്ചേക്ക്. ആയിക്കോട്ടെ, കുറയ്ക്കാം. നിങ്ങൾക്കേ ശബ്ദം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് കഷായമൊക്കെ ഉണ്ടാക്കി തന്നാ എന്നെ പറഞ്ഞാൽ മതി. ഇനി ഞാൻ നോക്കിക്കോ, ഞാൻ 5-6 കൊതുക് തിരി റൂമിലങ്ങ് കത്തിച്ച് വെക്കും. നോക്കിക്കോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും അശ്വിനും ചിരി വരുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഉള്ളിൽ ഒരുപാട് സ്നേഹം ശ്രുതിയോട് ഉണ്ടെങ്കിലും പുറത്ത് അതൊന്നും കാണിക്കുന്നില്ല. ശ്രുതിയോടുള്ള തെറ്റിദ്ധാരണ അധികം വൈകാതെ എല്ലാം മാറും. വരും എപ്പിസോഡിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. നാളെ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.